കാരണം എന്താണ് പരിപാടി ഇന്നത്തെ? ഇന്ന് നമുക്ക് മാങ്ങ ഉപ്പിലിടാം. അപ്പം അതിനുവേണ്ടി മുളകൊക്കെ പൊട്ടിക്കണേണ് ഞാൻ. കുറച്ചപ്പം മാങ്ങ പൊട്ടിക്കണം ചേട്ടാ. മാവ് കാണിക്ക്. ഇത് നമ്മുടെ മാവ് മുളക് പൊട്ടിച്ചേർന്നോ? മുളക് കാണിച്ചു തന്നു. മുളക് ഇനിയുണ്ട്, ഇഷ്ടമാതിരി ഉണ്ട്. ഇത് സൂര്യമുഖി. മുകളിലേക്ക് നോക്കിയിരിക്കണത് സൂര്യമുഖിയും താഴത്തേക്ക് നോക്കിയിരിക്കണത് വേറെ എന്തോ പേര് പറയുന്നുണ്ട്. മുളക് ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. അതേ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. പിന്നെ നമുക്ക് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇഷ്ടമാതിരി. അതേ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വരുമോ? ഇതേ കണ്ട. പിന്നെ അതേ ഇതുമുണ്ട്. ഇതും അതേ കൊല കുത്തി ഉണ്ടാവുന്നുണ്ട്. മഴയൊക്കെ ഇതുകൊണ്ട് കുറേ ചെടികളൊക്കെ നശിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി മഴ മാറിയിട്ടേ നടുവുള്ളൂ. മുളകൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി. അമരപ്പയർ ഇത് കുറച്ച് പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ. ഇനി മഴ മാറിയിട്ട് നടാം. ഇതേ പിന്നെ ഇത് പാലക്ക് ഇച്ചിരി മഴ പെയ്ത് പലപ്പായി പോയി. അതേ ഇവിടെ ഉണ്ട്, ഇവിടേക്ക് ഉണ്ട്. ഇനി മഴ മാറിയിട്ട് നമുക്ക് ഒന്നും കൂടി നട്ട് നോക്കണം. ആകെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ആകെ ഒരു മുല്ല ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കട്ട് ചെയ്ത് നട്ടതാണ് ഇപ്പം ഈ 1 2 3 4 എണ്ണം. ഇഷ്ടം 4 മണി. എല്ലാം മഴ ചെയ്തുകൊണ്ടെല്ലാം നശിഞ്ഞ് രണ്ടാമത് ഒക്കെ സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. ഇപ്പം നമുക്ക് മാങ്ങയൊക്കെ എല്ലാം പൊട്ടിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അരിഞ്ഞ് ഉപ്പിലിടാം. പിന്നെ ഈ മാങ്ങയിൽ കാണുന്ന ബ്ലാക്ക് കളറില്ലേ, അത് മഴ സമയത്ത് വന്നതാണ്, അഴുക്കൊന്നും അല്ല കേട്ടോ. അപ്പം ആ ഭാഗം നമുക്ക് ചെത്തിക്കളഞ്ഞിട്ടിടാം. നമുക്ക് നീളത്തിലരിഞ്ഞാൽ പോരെ ചേട്ടാ? ഇങ്ങനെ മതിയല്ലോ. ഉപ്പിലിടാനല്ലേ? നമുക്ക് ഈ അരിഞ്ഞതൊക്കെ ഈ കുപ്പിയിലേക്ക് ഇടാം. അരിയണ കുപ്പിയിലേക്ക് ഇടാം. നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്. വീട്ടിലുണ്ടായ മുളക് നല്ല നീളം അല്ലേ മുളകിന്. ഇനിയും അത് വലുതാകോട്ടാ, നമ്മ പറിച്ചെടുത്താണ്. അങ്ങനെ ഇടാം. നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പിടാം. ഇടാം. പിന്നെ വെള്ളം ഒഴിക്കുക. ഇത് നേര് ചൂടുള്ള വെള്ളം കേട്ടോ. നല്ലോണം തിളപ്പിച്ചിട്ട് നേര് ചൂടോടെ ഒഴിക്കണം. ഓക്കെ. അതിന് ശേഷം നമുക്ക് ചൊറുക്ക് ഒഴിക്കാം. ഒഴിക്കട്ടെ. ഇതൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം, ഉപ്പ് കറക്റ്റാണ്. അത് ഇത്തിരി ഉപ്പും കൂടി വേണം. ഇത്രയും കൂടി ഇടണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ ഉപ്പിലിട്ടത് റെഡിയായി. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് കഴിക്കാം. അപ്പോൾ ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി എൻ്റെ ഒരു കുലുക്ക് സർബത്ത് ചെയ്യണ്ടേ? കുലുക്ക് സർബത്ത്
ഒക്കെ ഉപ്പൊക്കെ അങ്ങോട്ട് മിക്സ് ആവട്ടെയാണ്. എൻ്റെ ഒന്നും ചെയ്തില്ലെന്നുണ്ടോ? ഓക്കെ.